അങ്ങനെ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്കും കിട്ടി ആർ.ടി.ഒയുടെ ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ്. ഇതെന്താണെന്ന് നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫ് ഇൻഫോർമേഷനാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ യൂസർ കാർ മേഖലയിൽ യൂസർ കാർ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ആർ.ടി.ഒ നിർബന്ധമാക്കിയിട്ടുള്ള ലൈസൻസ് ആണ് ഡീലർ ഓതറൈസേഷൻ ആർ.ടി.ഒ ലൈസൻസ് എന്ന പേപ്പർ. ഏകദേശം 1.5 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷം 2023 ഏപ്രിലാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത്. എല്ലാ വാഹന കച്ചവട സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടക്കാർക്കും ആർ.ടി.ഒയുടെ ലൈസൻസ് നിർബന്ധമാണെന്നുള്ളത്. അതിലെ മെയിൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം വിൽക്കുമ്പോൾ ഒരു കസ്റ്റമർ ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ആ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരു ഡീലറിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്കോ ആക്കുക എന്നൊരു കർത്തവ്യമാണ് ഈ ഒരു ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം പൈസയും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഉടനടി വാഹനം ഡെലിവറി കൊടുക്കും. ഇതിൻ്റെ പേപ്പർ നമ്മൾ ആർ.ടി.ഒ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം പിന്നെ ആർ.സി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർ.ടി.ഒയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 10, 15, 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ ആർ.സി മറ്റൊരാളുടെ പേരിലേക്ക് മാറുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് ചലാനുണ്ടാവും, ചിലപ്പോൾ കോഡ് ചലാനായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ നൂലാമാലകൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പേരിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇന്ന് വിൽക്കുന്ന വാഹനം ഇന്ന് മറ്റൊരാളുടെ പേരിൽ മാറ്റാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ നിലവിൽ ഇല്ല. കുറച്ച് മുമ്പൊക്കെ കാര്യങ്ങൾക്ക് ഒന്നൊരു ഫാസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് ആർ.ടി.ഒ ഓഫീസ് കേരളത്തിലെ എല്ലാ ആർ.ടി.ഒ ഓഫീസിലെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വാഹനം നിങ്ങൾ കൊടുക്കുന്ന വാഹനം മറ്റൊരാളുടെ കൈവശം എത്തിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് പേര് മാറുന്ന നിമിഷം വരെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ക്രിമിനൽ കേസോ എന്ത് ഒഫൻസ് സംഭവിച്ചു കഴിഞ്ഞാലും അത് എത്ര വലിയ അഗ്രിമെൻ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. ആരാണോ അതിൻ്റെ നിലവിലെ ആർ.സി ഓണർ അദ്ദേഹത്തിനായിരിക്കും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വരിക. അദ്ദേഹത്തിനെതിരെയാണ് കേസ് കാര്യങ്ങളെല്ലാം വരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു, ഒരു റിനോൾട്ടിൻ്റെ കിഡ്. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിൻ്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുന്നൊരു പ്രശ്നം ഉണ്ടായി. അപ്പോഴും അതിൻ്റെ കോൾ എനിക്കല്ല വന്നത്, നേരെ പോയത് അതിൻ്റെ മുമ്പത്തെ ഫസ്റ്റത്തെ ഓണറായിട്ടുള്ള കൊച്ചിയിലുള്ള ഒരാളായിരിക്കുന്നു. അവർക്കാണ് അതിൻ്റെ കോള് പോയതും അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ വരാൻ അവരെ വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഹാജരാവാൻ പറഞ്ഞതൊക്കെ ഫസ്റ്റത്തെ ഓണർക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് അഗ്രിമെൻറ്റ് ഇന്ന ആൾക്ക് സെയിൽ ചെയ്തിട്ടുള്ള അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിനൊരു വാലിഡിറ്റി കൊടുത്തില്ല. നിലവിൽ ആരാണോ ആർ.സി ഓണർ അവർ ആ പോലീസ് സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ രേഖാമൂലം പിന്നെ വാഹനം കൈമാറിയതാണെന്നുള്ള രേഖാമൂലം അറിയിക്കുക. അതിൻ്റെ പ്രോസസ്സ് നിലവിൽ ആർ.സി ഓണറിനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡീലർ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വാഹനം സെയിൽ ചെയ്യാൻ നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ ഉപയോഗിക്കൊണ്ടിരിക്കുന്ന വാഹനം മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡീലർക്കാണ് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത്. കേരളത്തിൽ എനിക്ക് 4ാമത്തെ ലൈസൻസാണ് ഇതിപ്പോൾ നിലവിൽ കിട്ടുന്നത്. ഫസ്റ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത റോയൽ ഡ്രൈവിനായിരുന്നു. അതിനുശേഷം 2-3 ലൈസൻസ് കൂടി ഇഷ്യൂ ചെയ്തു. 4ാമത്തെ ലൈസൻസ് കേരളത്തിൽ നമ്മളാണ് കാർലറ്റ് ബൈ ട്രൂ ചോയ്സ് ആണ് ലൈസൻസ് ആർ.ടി.ഒ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഡീലർക്ക് ഈ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഡീലർക്ക് നിങ്ങൾ കൈമാറുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒറ്റ ക്ലിക്കിൽ ആ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ഡീലർക്ക് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ കൈമാറാൻ പറ്റും. ഒരിക്കലും ഒരു ആർ.സി മാറി വരാനുള്ള കാലതാമസം ഒന്നും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ആ വാഹനത്തിനോട് പിന്നെ എന്ത് ഭാവിയിൽ പ്രശ്നം വന്നു നാളെ എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും അതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്തം ആ ഡീലർക്കാണ് അതിന് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വാഹനങ്ങളിലുണ്ട്, ഇത്രയും വാഹനങ്ങൾ എൻ്റെ ഒരു അണ്ടറിലാവും. ഈ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന് ഫുൾ ഉത്തരവാദിത്തം എനിക്കാണെന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൂടി എനിക്കുണ്ട്. മാത്രമല്ല ഇതിന് ഒരു സർക്കുലർ ഉണ്ട്. ഈ സർക്കുലർ ശേഷം ഒരു 5-8 പേജിലൊരു സർക്കുലർ കറക്റ്റായിട്ട് ഇതിന് വിവരണം ചെയ്യേണ്ടി എങ്ങനെയൊക്കെ ഈ വാഹനങ്ങൾ ഒരു ഡീലർ യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ ഒരു വാഹനം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു വാഹനം ഞങ്ങളുടെ ഒന്നുകിൽ ഇതിൻ്റെ റീഫർബിഷ്മെൻറ്റ്, അതായത് വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ പെയിൻറ്റിങ് പോളിഷിങ് ഈ പർപ്പസിന് മാത്രമേ റൂട്ടിലിറക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിന് മാത്രമേ റൂട്ടിലിറക്കാവൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നിബന്ധനകൾ വെച്ചിട്ടാണ് ഏകദേശം 25,000 ഫീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലൈസൻസ് നമ്മൾ കരസ്ഥമാക്കുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ ആധാർ OTP കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുക. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു വാഹനം വാങ്ങിയിട്ട് ചിലപ്പോൾ 1-2 മാസം എടുക്കുന്നത് സെയിലായി ഒരു കസ്റ്റമർക്കൊക്കെ കിട്ടി സെയിലായി വരുമ്പോഴേക്കും മുമ്പത്തെ ഓണർ ചിലപ്പോൾ എന്തെങ്കിലും ഗൾഫ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അയാളെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, OTP കിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ലൈസൻസ് വന്നതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. കാരണം ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പേരിലേക്ക് വാഹനത്തിൻ്റെ അതോറിറ്റി മാറുന്നതോടുകൂടി ആ OTP പ്രശ്നം നമ്മുടെ നമ്പർ അതിനകത്ത് അപ്ഡേറ്റ് ആവും. OTP നമുക്കാണ്, പഴയ ഓണറുടെ OTP കാര്യങ്ങളെല്ലാം നമുക്കാണ് വരുന്നത്. പുതിയ ഓണർക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പഴയ ഓണറുടെ OTPക്ക് പകരം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നതോടുകൂടി നമുക്ക് OTP കിട്ടാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരിക്കലും ഓണർഷിപ്പിൻ്റെ നമ്പർ ഒരു ഡീലർ പേരിലേക്ക് ഇത് മാറുമ്പോൾ ഓണർഷിപ്പിൻ്റെ നമ്പർ കൂടില്ല. മറിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഓണർ വാഹനം ഞങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡീലർക്ക് അതിൻ്റെ അതോറിറ്റി മാത്രമാണ് വരുന്നത്. ഒരിക്കലും ഓണർഷിപ്പ് എണ്ണം 1 എന്നുള്ള 2 ആവുന്നില്ല എന്നാണ് മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡീലർ സർട്ടിഫിക്കറ്റ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് നൂലാമാലകൾ
പേപ്പർ വർക്കുകളും MVI വന്നിട്ട് മൊത്തം യാർഡ് കാര്യങ്ങളെല്ലാം ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. അതിൻ്റെ പിന്നെ സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം നോക്കി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ, ഓഫീസുണ്ടോ, ബാത്റൂമുണ്ടോ, ടു സെറ്റ് സ്റ്റാഫുകളുണ്ടോ, ഇതെല്ലാം അവർ വന്ന് മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷം GST സർട്ടിഫിക്കറ്റ്, പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഹെൽത്ത്, പിന്നെ അതേപോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം RTO വന്നിട്ട് ചെക്ക് ചെയ്യും. RTO വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ പിന്നെ നാടുകളിലൊക്കെ യൂസർ മേഖലയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓണർഷിപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഈ OTPയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ വാഹനം മറ്റൊരാളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാനുള്ള സജ്ജീകരണമുണ്ട്. വാഹനം സെയിൽ ചെയ്യുന്നവർ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ഡീലേഴ്സിന് നിങ്ങൾ നിങ്ങളുടെ വാഹനം കൈമാറുക. ഒരിക്കലും എനിക്ക് കൈമാറാമെന്ന് പറയുന്നില്ല, കാരണം ഞാൻ ഒരുവിധപ്പെട്ട വാഹനങ്ങളെല്ലാം കമ്പനികളിൽ നിന്നാണ് എടുക്കുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് ഉള്ളവർക്ക് നിങ്ങൾ ഓൺലൈൻ അപേക്ഷകൾ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കൈമാറുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഫുള്ളി റെസ്പോൺസിബിലിറ്റി ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വാഹനം കൈമാറുന്ന അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് കളക്ട് ചെയ്യുന്നതോടുകൂടി വാഹനം കൈമാറുന്ന ചാവി കൊടുക്കുന്നതോടുകൂടി അവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ അവസാനിച്ചു. അതിന് പൂർണ്ണ അവകാശവും കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അത് എടുക്കുന്ന ഡീലർക്ക് നിങ്ങൾ ചുമത്തുന്നതോടുകൂടി നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ വാഹനം സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പാക്കാം. ഒരു വാഹനം നമുക്ക് എറണാകുളത്തേക്ക് ആലപ്പുഴയ്ക്ക് നമ്മുടെ ഒരു എക്സ്പ്രസോ ഡെലിവറി ഉണ്ട്. വെള്ളക്കുട്ടപ്പനാക്കി റെഡിയാക്കി തിളക്കി വെച്ചിട്ടുണ്ട്. 71 നിലമ്പൂർ രജിസ്ട്രേഷനിൽ 2021 മോഡൽ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ്റെ കാര്യം കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ വെച്ചു. ഡെലിവറി ചെയ്യാൻ വന്നാൽ ഡെലിവറിക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡെലിവറിക്ക് വാഹനം വിടുന്നത്. അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഷോറൂമുകളുടെ ഭാഷ പറഞ്ഞാൽ പോസ്റ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിവറിയുടെ മുമ്പ് പോസ്റ്റ് ഇൻസ്പെക്ഷൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലെന്ന് ചെക്ക് ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്ത് ഓക്കെയാണ്. ഇന്ന് രാത്രി ആലപ്പുഴയ്ക്ക് ഡെലിവറി പോകാനാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു സഡാൻ വാഹനം വന്നിട്ടുണ്ട്. ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സെയിൽ LS എന്ന് വരുന്ന വാഹനം 2013 മോഡൽ നിൽക്കുന്ന KL10 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഇത് വളരെ 60,000 കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഇൻറ്റീരിയർ നല്ല സീറ്റോറും ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു വാഹനം. ചെറിയ ബഡ്ജറ്റിൽ വെറും 1,70,000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ല വൃത്തിയിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു സഡാൻ സെഗ്മെൻറ്റ് വാഹനം. അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2013 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. 1,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഞങ്ങളുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതേപോലത്തെ വാഹനങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു RTOൻ്റെ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എനിക്കറിയാവുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ റെഗുലറായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ നിങ്ങളുടെ കാതുകളിൽ എത്താൻ വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.